ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം ചായക്കൊപ്പമോ അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കഴിക്കാനൊക്കെ വളരെ രുചികരമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കൽക്കൽ സ്വീറ്റ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല സൂപ്പറായിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നിട്ട് ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓള് മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഓള് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ കൽക്കൽ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയൊരു ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. ഇതിപ്പോൾ അരക്കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പാണ് കേട്ടോ. അപ്പോൾ അരക്കപ്പ് നിറയെ എടുത്തിട്ടില്ല, അതിൽ നിന്ന് കുറച്ചും കൂടി കുറവായിട്ടാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് റവയും കൂടി. അപ്പോൾ വറുത്ത റവ ഒരു 1/4 കപ്പ് അളവിലെടുത്തിട്ടുണ്ട്. 1/4 കപ്പ് അളന്ന് തന്നെ എടുത്തിട്ടുള്ളതാണ്, കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ റവ കൂടി നമുക്കിതിലേക്കൊന്ന് ചേർക്കാം. ഇതിനോടൊപ്പം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഏലക്കയുടെ സീഡും കൂടിയാണ്. അപ്പോൾ ഏലക്കയുടെ ആ പുറത്തോട് നമുക്ക് ആവശ്യമായിട്ടില്ല. ഒരു 3 ഏലക്കയാണ് കേട്ടോ അങ്ങനെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇത് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊടിച്ചെടുത്ത ഈ മിക്സ് നമുക്കൊരു ബൗളിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദാമാവാണ്. അപ്പോൾ 2 കപ്പ് അളവിലാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് മൈദാമാവ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 2 പിഞ്ചളവിൽ ഉപ്പും കൂടി. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ എല്ലാം കൂടി നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ഈ മാവുകളെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതുപോലെ നമ്മുടെ മാവെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് എടുത്തിട്ടുണ്ട്, പശുവിൻ നെയ്യ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം കൂടി നമുക്ക് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് തന്നെ നമ്മുടെ ഈ മാവും നെയ്യും എല്ലാം ഒന്ന് ഈവനായിട്ട് എല്ലാ സ്ഥലത്തേക്കും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കിട്ടണം. നമുക്ക് ഏകദേശം ഒരു 1-2 മിനിറ്റ് തന്നെ സമയം എടുത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നമ്മളിതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാൻ നിൽക്കരുത്. കാരണം ഇപ്പോഴും ഇതിൽ ചെറിയ നമ്മുടെ നെയ്യിൻ്റെ ആ ഒരു കട്ടയൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ ഈ മാവിലേക്ക് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടേണ്ടതായിട്ടുണ്ട്. ഇതുപോലെ ഞാനിപ്പോൾ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വളരെ കുറച്ച് മാത്രമായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് കുഴച്ചെടുക്കാം. അതായത് നമ്മൾ സാധാരണ ഈ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ലേ, ആ ഒരു രീതിക്ക് അത്രയും സോഫ്റ്റായിട്ട് കുഴക്കേണ്ട ആവശ്യമില്ല. കുറച്ചും കൂടി അതിൽ നിന്ന് വെള്ളം കുറച്ചിട്ട് കുറച്ച് കട്ടിക്ക് വേണം നമ്മൾ ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. ലൈറ്റായിട്ട് മാത്രം ഒന്ന് സോഫ്റ്റായിട്ടുണ്ടായിരുന്നാൽ മതിയാവും. ഇതുപോലെ നന്നായിട്ട് തന്നെ ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം കേട്ടോ നമ്മളൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അതായത് ഒരുപാട് ലൂസായിട്ട് ഇങ്ങനെ പോകാൻ പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് കട്ടിക്കും ഉണ്ടാകാൻ പാടില്ല. ഈ ഒരു അളവിൽ. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ തന്നെ ഏകദേശം ഒരു 3-4 മിനിറ്റ്, 5 മിനിറ്റ് ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നന്നായിട്ട് തന്നെ മാവ് കുഴച്ചെടുക്കണം. ആ മാവ് കുഴച്ചെടുക്കുന്നതാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത് കേട്ടോ. നല്ലതുപോലെ തന്നെ, അതായത് ഇങ്ങനെ ചെറിയ ഇടയ്ക്കൊന്നും ക്രാക്സ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ നമ്മളൊന്ന് കുഴച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇതിലിങ്ങനെ ചെറിയ വിള്ളലൊന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് കുറഞ്ഞതൊരു 20 മിനിറ്റ് എങ്കിലും ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സോഫ്റ്റായിട്ട് റെഡി ആയിട്ടുണ്ടാവും. അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് ആരും മറക്കരുത്, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് തന്നെ ഒന്ന് ഡ്രൈ ആയി പോകും. ഇപ്പോൾ നമ്മുടെ ഈ മാവ് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ആകാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ മാവ് വീണ്ടും ഒന്ന് ലൈറ്റായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ വീണ്ടും ഇത് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം നമുക്ക്. ഇതുപോലെ വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്നൊരു അല്പമായിട്ട് മാവ് എടുത്തിട്ട് ചെറിയ ഉരുളകളായിട്ടൊന്ന് മാറ്റാം. അതായത് നമുക്കിത് എത്രത്തോളം വലിയ സ്നാക്കായിട്ട് വേണോ അതിനനുസരിച്ചിട്ട് വലുതാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ തീരെ ചെറുത് മതിയെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് കുട്ടി മാവാക്കി ഒന്ന് മാറ്റിയിടാവുന്നതാണ്. ഇതുപോലെ നമ്മൾ മാവ് ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ മാറ്റിയിടുന്ന സമയത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ പേരിലാണ് ഈ ഒരു രീതിക്ക് നമ്മുടെ മാവെല്ലാം ഞാൻ കുട്ടി ബോൾസ് ആക്കിയിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിന് ചെറിയൊരു ഡിസൈൻ കൊടുക്കണം.
അപ്പോൾ ഇതിലേക്ക് ഒന്ന് ഡിസൈൻ കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു സ്പാച്ചിലാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ സാധാരണ എല്ലാവരും വീട്ടിൽ മിക്കവാറും ഉള്ളതാണ്. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ പകരം നമുക്ക് ഫോർക്ക് ഉണ്ടല്ലോ, ഫോർക്കിൽ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഡിസൈൻ എടുക്കാം. അതല്ല വേറെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മൾ ഡിസൈനായിട്ട് വരുത്താൻ പറ്റുന്ന എന്തുണ്ടെങ്കിലും നമുക്കത് വെച്ചിട്ട് ഇതിന് പുറത്തേക്ക് ഒരല്പം മാവ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ഡിസൈൻ നമ്മുടെ ഈ മാവിലേക്ക് ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിസൈൻ തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ നമ്മളിപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കുട്ടി കുട്ടി ബോൾസ് ഒന്ന് പിടിച്ചിട്ട് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ഡിസൈനും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ എല്ലാ മാവും ഒന്ന് നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഈ ഒരു രീതിക്ക് ഞാനിപ്പോൾ എല്ലാം ഒന്ന് ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേഗം തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നീട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്ന് ഒരല്പം കൂടി ഒന്ന് കുറച്ച് വെച്ചിട്ട്, അതായത് തീരെ ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല, മീഡിയത്തിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് കേട്ടോ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കാരണം നമ്മളിത് റോൾ ചെയ്തെടുത്തതിനേക്കാളും കുറച്ചും കൂടി വലിപ്പത്തിലായിരിക്കും ഇതൊന്ന് ഫ്രൈ ആയി കിട്ടുന്നത് നമുക്ക്. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം എല്ലാ സമയത്തും ഒന്ന് കുറച്ച് തന്നെ വെച്ചിരിക്കണം. അങ്ങനെ കുറഞ്ഞ ഫ്ലെയിമിൽ ഇരുന്നിട്ട് വേണം ഇത് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പുറം ഭാഗം മാത്രം കളർ മാറും, അകം വേഗാതെയും കിട്ടും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇത് കുറച്ച് സമയം ഇങ്ങനെ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടേണ്ട കാര്യമാണ്. ഇതുപോലെ നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിത് എടുക്കാവുന്നതാണ്. നമ്മളത് എടുക്കുന്ന സമയത്ത് ചെറിയ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവും, പിന്നീട് അത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിക്കോളും കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു രീതിക്ക് ഞാനിപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു എയർടൈറ്റ് ബോട്ടിലാക്കി ഏകദേശം 1 മാസം വരെ നമുക്കിത് കേടാകാതെ സൂക്ഷിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു കൽക്കൽ നിങ്ങളുടെ കുട്ടികൾക്ക് വലിയവർക്കൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര രുചികരമായിട്ടും എളുപ്പത്തിലാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഉറപ്പായിട്ടും അടുത്ത പ്രാവശ്യം നിങ്ങൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷാമിസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് ഇറ്റ് ഡിയർ ഫ്രണ്ട്സ്, ടാറ്റാ.